കടൽ കടന്നു വന്ന ഒരു പൊതിയുടെ വിശേഷം പറയാനാണ് കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആരെങ്കിലും നാട്ടിൽ നിന്ന് വരികയാണെങ്കിൽ എൻ്റെ അപ്പച്ചൻ്റെ അമ്മയുടെയും വക ഒരു പൊതി എനിക്കുണ്ടാവും കേട്ടോ. അതൊന്നും ഒന്നല്ലെങ്കിൽ പോയി വാങ്ങിക്കുക, അല്ലെങ്കിൽ അവർ ഞങ്ങളുടെ വീട്ടിലേക്കോ അല്ലെങ്കിൽ ഓഫീസിലേക്കോ എങ്ങാനും കൊണ്ടുതരും കേട്ടോ. സത്യത്തിൽ അതൊക്കെ കാണുമ്പോൾ ചെറിയൊരു വിഷമം ഉണ്ടാവും. കാരണം നമ്മുടെ അമ്മയും അപ്പച്ചനും ഇതുപോലെ സേഫാക്കി പാക്ക് ചെയ്തതൊക്കെ അല്ലേ. അപ്പം അവരുടെ ടൈമും എഫേർട്ടൊക്കെ എടുത്തിട്ട് കുറേ സ്നേഹമാണ് കേട്ടോ ഈ പൊതികളിലുള്ളത്. കുറച്ചൊക്കെ സംഭവങ്ങൾ എന്താണെന്ന് എനിക്കറിയായിരുന്നു കേട്ടോ. എന്നുവെച്ചാൽ ഈ പൊതിയിലുള്ളത് എന്താണെന്ന് എനിക്ക് സത്യമായിട്ടും അറിയണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് എന്നെ എടുത്ത് നോക്കിയപ്പോൾ ചേട്ടനൊരു ഷർട്ട്, പിന്നെ എനിക്ക് 2 പാൻസ്, അതുപോലെ കുറച്ച് റണ്ണിങ് മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഞാൻ ഫസ്റ്റ് വിചാരിച്ചിരുന്നത് ഇത് ഞങ്ങൾക്ക് ഓണത്തിനെങ്ങാനും അമ്മ റെഡിയാക്കി തന്നതായിരിക്കുന്ന. അപ്പോൾ അമ്മയുടെ അടുത്ത് ചോദിച്ചപ്പോൾ അമ്മ പറയാ, അല്ല, ഞങ്ങളുടെ 5th വെഡിങ് ആനിവേഴ്സറി അല്ലായിരുന്നു ഈ 25th. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പം ഞാനും ഹസ്ബൻഡും ദുബായിലും അനീതി കോയമ്പത്തൂരുമാണ് കേട്ടോ. ഏത് വിശേഷം ഉണ്ടെങ്കിലും അപ്പച്ചനും അമ്മച്ചും ഞങ്ങൾക്ക് ഡ്രസ്സും അതുപോലെ തന്നെ ഓരോരോ സാധനങ്ങളും കരുതി വെക്കും. എങ്ങാനും കോയമ്പത്തൂർക്കാണെങ്കിൽ അവർ പോവുകയാണെങ്കിലോ അല്ലെങ്കിൽ ഇവിടേക്കാണെങ്കിൽ ആരെങ്കിലും വരികയാണെങ്കിലോ ഞങ്ങൾക്ക് അത് തന്നേക്കും കേട്ടോ. എൻ്റെ വീട്ടിൽ എൻ്റെ കല്യാണത്തിന് മുമ്പ് വരെ അധികം ഗൾഫുകാരൊന്നും ഉണ്ടായില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് ഇങ്ങനെ പാക്ക് ചെയ്യാനൊന്നും അറിയണ്ടായിരുന്നു. ഇപ്പോൾ കണ്ടില്ലേ, സൂപ്പറായിട്ട് അങ്ങോട്ട് പാക്ക് ചെയ്യും. ഇത് തുറക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ശക്തിയിലാണ്. ആദ്യം തന്നെ ഒരു പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ് മാസ്കിൻ ടേപ്പ് വെച്ചിട്ട് സെക്യൂറായിട്ടൊന്ന് ചുറ്റിയിട്ടൊക്കെ ആട്ടത് നമുക്ക് തരാം. മാസ്കിൻ ടേപ്പ് ചുറ്റിയില്ലെങ്കിൽ എന്തായാലും അത് ലീക്ക് ആവായിരുന്നു. എന്നെ കൊണ്ട് പറ്റാണ്ട് കയ്യിൽ ഗ്ലൗസൊക്കെ ഇട്ടിട്ട് എൻ്റെ ഹസ്ബൻഡായിട്ടത് തുറക്കാൻ നോക്കണം. കുറേ മാലീസ് എടുത്തിട്ടാണ് ഇത് തുറന്ന് കിട്ടിയത് കേട്ടോ. നല്ല രീതിയിൽ എണ്ണ ഉണ്ടായിരുന്നു, അതുകൊണ്ട് കൈ നന്നായി വഴുക്കി പോയായിരുന്നു കേട്ടോ. തുറന്നപ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോയി, എന്തോരം വെളിച്ചെണ്ണയാണ്. അപ്പം അമ്മയുടെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ പറയും, ഇത് പെട്ടെന്ന് കേടാവാതിരിക്കാൻ വേണ്ടിയാണ് ഇത്ര എണ്ണ ഒഴിച്ച് വയ്ക്കുന്നത്. ഇത് കാണുന്നത് മൊത്തം ചെമ്മീനാണ് കേട്ടോ, കുഞ്ഞു കുഞ്ഞു ചെമ്മീനോള്. ഞാൻ അമ്മയുടെ അടുത്ത് ചോദിച്ചു, ഇത് എങ്ങനെ അമ്മ നന്നാക്കിയത്? അപ്പോൾ എൻ്റെ അടുത്ത് പറയാ, വൈകുന്നേരം 4 മണി തൊട്ടിരുന്ന് നന്നാക്കിയതാണ് ഇത്ര. അനീത്തി അന്ന് വെക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു. അവളും അമ്മയും അപ്പച്ചനും കൂടി ഇരുന്ന് അങ്ങോട്ട് നന്നാക്കി. ആർക്ക് വേണ്ടിയിട്ട്? എനിക്ക് വേണ്ടിയിട്ട്. ശരിക്കും സങ്കടമുള്ള കാര്യമല്ലേ ഇതൊക്കെ. രണ്ടാമത്തെ എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ രൂപിക്കാണ് കേട്ടോ. ചിലവർ ലൗലോലിക്കാന്നൊക്കെ പറയില്ലേ, ആ സംഭവം വീട്ടിലത് ഉണ്ടായിരുന്നു. എനിക്കത് പണ്ടോട്ടേ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് ഉണ്ടായിരുന്ന സമയത്ത് അമ്മ അത് ഉപ്പിലിട്ടിട്ട് എനിക്കിപ്പോൾ തരാണ്ട സമയമായപ്പോൾ അമ്മ അത് അച്ചാറെടുത്തിട്ടതാട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. 2 അച്ചാറും അതായിട്ടോ. പെട്ടെന്ന് തന്നെ തീർന്നു. 2 ആഴ്ചയുടെ അടുത്ത് നിന്നിട്ടുള്ളൂ എന്ന് തോന്നുന്നുണ്ട്. നമ്മൾ നന്നായിട്ട് കഴിച്ചു. വീട്ടിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളെല്ലാം അങ്ങനെയാണ്, പെട്ടെന്ന് തീരും. അതുപോലെ തന്നെ വേറൊരു ഐറ്റമാണ് ചക്ക വരട്ടിയത്. ചക്ക എന്ന് പറയുന്ന സാധനം എനിക്ക് പണ്ടൊട്ടേ ഇഷ്ടമില്ലാത്ത സാധനമായിരുന്നു. പക്ഷേ ഇവിടെ വന്നിട്ട് ഈ സംഭവം കിട്ടാണ്ടൊക്കെ ആയപ്പോഴേ ഉടനെ വെച്ചിട്ട് എനിക്ക് ഭയങ്കര എന്നിട്ട് പറയുക, ആക്രാന്തം എന്നൊക്കെ പറയാമല്ലോ, അങ്ങനെയായിരുന്നു. അപ്പച്ചൻ്റെ ഒരു കൂട്ടുകാരൻ വന്നപ്പോൾ എൻ്റെ അപ്പച്ചൻ ഒരു ചക്ക വരെ കൊടുത്തയച്ചിട്ടുള്ള ചരിത്രം ഉണ്ടായിട്ടുണ്ട്. ഇതുപോലെ തന്നെ നല്ല രീതിയിൽ അമ്മ സെക്യൂർ ചെയ്തിട്ടാട്ടോ അത് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കട്ട് ചെയ്യാനും തുറക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു. തുറന്നപ്പനെ ഒടുക്കത്തെ മണമായിരുന്നു കേട്ടോ. അണ്ടിപ്പരിപ്പും അതുപോലെ മുന്തിരിയൊക്കെ ഇട്ടിട്ട് നല്ല രീതിയിൽ വരട്ടി വെച്ചിട്ടുണ്ട്. ആക്രാന്തം കാരണം കെട്ടിയാൻ ആ പൊട്ടി ഭാഗത്തുനിന്ന് തന്നെ തിന്നുന്നുണ്ടായിരുന്നു കേട്ടോ. നാടൻ പച്ചമുളകിൻ്റെ സീസണൊന്നും അല്ലായിരുന്നു കേട്ടോ. എന്നിട്ടും എൻ്റെ അപ്പച്ചൻ അവിടെ ഒരു കടയിൽ ചേട്ടൻ്റെ അടുത്ത് പറഞ്ഞ് ആളുടെ വീട്ടിൽ നിന്നൊക്കെ പൊട്ടിച്ചുകൊണ്ട് വന്നിട്ടുള്ളതാട്ടോ. പലതരത്തിലുള്ള മുളകുകളുണ്ട്. എനിക്ക് മെയിനായിട്ട് ഈ ഉണ്ടമുളകില്ലേ, അതായിരുന്നു വേണ്ടത്. എനിക്ക് ഇങ്ങനെ കറിയിൽ 1 2 ഇട്ടിട്ട് അതിലേക്ക് അതിൻ്റെ ഒരു മണം ഉണ്ടാവുമല്ലോ, അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതെന്ന് പറയുന്നത് കാച്ചി വെളിച്ചെണ്ണയാണ് കേട്ടോ. പണ്ടൊട്ടെ ഞാൻ അനിയത്തിയും അമ്മ ഉണ്ടാക്കണ ഈ വെളിച്ചെണ്ണ മാത്രമാണ് തലയിൽ തേക്കുള്ളൂ കേട്ടോ. എപ്പോഴായാലും ഞാൻ എൻ്റെ കയ്യിൽ ഈ സാധനം ഉണ്ടാവും. ഇത് തേക്കുമ്പോൾ എൻ്റെ അമ്മയുടെ മണം ഉണ്ടാവുമെന്നാണ് ഞാൻ തന്നെ എന്നോട് പറയാറ്. കുറേ ഞാൻ സംസാരിച്ച് വെറുപ്പിക്കണമെന്ന് തോന്നുന്നുണ്ട്. ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്